റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എക്സൈസ് വകുപ്പിലെ കീഴുദ്യോഗസ്ഥർക്ക് അറസ്റ്റിന് അധികാരം നൽകി. എക്സൈസ് കമ്മീഷണർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവന്റീവ് ഓഫീസർ എന്നിവർക്കാണ് കൂടുതൽ അധികാരം നൽകിയത്. പൊതുസ്ഥലങ്ങളിൽ പരിശോധന നടത്താനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകും. നിലവിൽ എക്സൈസ് ഇൻസ്പെക്ടർ മുതൽക്കാണ് അറസ്റ്റിന് അധികാരമുള്ളത്. കമ്മീഷണർ എം ആർ അജിത് കുമാറിന്റെ പുതിയ നിർദ്ദേശത്തിൽ വകുപ്പിനകത്ത് ഭിന്നാഭിപ്രായമുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, കീഴുദ്യോഗസ്ഥർക്ക് അറസ്റ്റിനുള്ള അനുമതി നൽകിക്കൊണ്ട് ഇളവുകൾ നൽകിയിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? കൂടുതൽ സജീവമാകാൻ കഴിയും എക്സൈസ് വകുപ്പിന് എന്നുള്ളതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കാരണമായി എക്സൈസ് കമ്മീഷണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. എക്സൈസ് വകുപ്പിലെ 2 തസ്തികകളിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഒപ്പം പ്രിവന്റീവ് ഓഫീസർ തസ്തികകൾ, ഇത് പോലീസ് വകുപ്പിലേക്ക് എടുക്കുകയാണെങ്കിൽ ASI സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, അങ്ങനെ 2 തസ്തികകളാണ്. ഈ തസ്തികൾക്ക് സാധാരണഗതിയിൽ പൊതുവിടങ്ങളിൽ പരിശോധന നടത്താനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ള ശ്രമങ്ങൾ ഈ ഓഫീസർമാർ നടത്തുകയും പലപ്പോഴും വാക്കുതർക്കത്തിലും നിയമപരമായ തർക്കത്തിലുമൊക്കെ പോകാറുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ കമ്മീഷണറുടെ ഒരു നിർദ്ദേശം എല്ലാ ഓഫീസർമാർക്കും വകുപ്പിനും നൽകിയിരിക്കുന്നത്. ഈ 2 തസ്തികകളിലെയും ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി പൊതുവിടങ്ങൾ പരിശോധിക്കാൻ അധികാരമുണ്ടാകും. പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. വകുപ്പിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശത്തോട് താല്പര്യമില്ല. അതിന് കാരണം നിയമപരമായി ചില പ്രതിബന്ധങ്ങളുണ്ട് ഈ തീരുമാനത്തിൽ വരുമ്പോൾ. ഇനി അഥവാ ഈ 2 തസ്തികകളിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, കീഴുദ്യോഗസ്ഥർ ഈ രൂപത്തിൽ കേസെടുക്കുകയും പ്രതികളെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്താൽ പിന്നീട് അത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകും, കേസ് തന്നെ തള്ളിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന അഭിപ്രായമാണ് സേനയ്ക്കുള്ളിൽ, വകുപ്പിനുള്ളിലുള്ളത്. ഏതായാലും എക്സൈസ് വകുപ്പിൽ ഒരു ആശയക്കുഴപ്പത്തിനിടയാക്കിക്കൊണ്ട് കമ്മീഷണർ അജിത് കുമാറിന്റെ ഒരു പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിത് കുമാറിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നതാകട്ടെ, പൊതുവിടങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇടപെടാൻ സാഹചര്യം ഒരുങ്ങുമെന്നതാണ്. ഏതായാലും വകുപ്പിനുള്ളിൽ ഭിന്നാഭിപ്രായം ഉയർന്നിരിക്കുന്നു. 2 സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർക്ക് തൊട്ടു താഴെയുള്ള 2 തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താനും പൊതുവിടങ്ങളിൽ പരിശോധന നടത്താനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം നൽകിക്കൊണ്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം